ഇന്നലെ വന്ന രണ്ട് ഫാമിലീസും വളരെ ഇമോഷണൽ ഒരു ടച്ചിലാണ് പോയത് ഇന്നലത്തെ ലൈവ് മൊത്തം. പക്ഷെ ഇന്ന് ഇമോഷണൽ എന്നതിനേക്കാൾ കൂടുതലും അർജുന്റെ വീട്ടുകാര് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ബിഗ് ബോസ് രണ്ടുപേരുടെയും അടുത്ത് പേരെടുത്ത് പറഞ്ഞപ്പോ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുന്ന കാഴ്ചയാണ് ഞാൻ ലൈവില് കണ്ടത്. ഈ രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ഇന്നലെ കണ്ടില്ല. ഒരുപക്ഷെ ഋഷി മനസ്സിലൊക്കെ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. അർജുൻ അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ലല്ലോ, നമുക്കറിയാതെ. അർജുന്റെ അമ്മയും ചേച്ചിയുമാണ് വന്നത്. വന്ന് കയറിയപ്പോൾ തന്നെ പീപ്പിൾസ് റൂമിലേക്കാണ് ഇവരെ വിട്ടത്. അവിടെ ഇരുന്നിട്ട് അർജുൻ പറയുന്നുണ്ട് ലാലേട്ടൻ വരുന്നത് പ്രിൻസിപ്പൽ വരുന്നതിനേക്കാൾ പേടിയാണ് വീക്കെൻഡിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ചേച്ചി പറയുന്നുണ്ട് എനിക്കും പിള്ളേർക്കൊക്കെ പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വിഷുവിന് ലാലേട്ടൻ വന്നിട്ട് പനിയായിരുന്നുകൊണ്ട് അർജുനെ തൊട്ട് നോക്കി എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. എന്തോ ലാലേട്ടൻ എന്തോ ഒരു കെയറിങ് ഉള്ള പോലെയൊക്കെ അർജുൻ പറയുന്നുണ്ട്. ഹാപ്പി വിഷു അപ്പു എന്നൊക്കെ പുള്ളിയുടെ പെറ്റിനെയും വിളിച്ച് പറഞ്ഞു എന്നൊക്കെ അർജുൻ ഇങ്ങനെ എക്സൈറ്റ്മെന്റിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നിന്റെ ഭാഗ്യം ആടാ മോനെ എന്ന് പുള്ളിയുടെ ചേച്ചി പറയുന്നുണ്ട്. ഭാഗ്യമല്ല കേട്ടോ, ഭാഗ്യമാണ്, ഭാഗ്യം. ജസ്റ്റ് കോട്ടയംകാരി തിങ്സ്. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യമാണ്. എന്തായാലും അതായിരുന്നു അർജുന്റെ അമ്മയും ചേച്ചിയും വന്നതിന്റെ അപ്ഡേറ്റുകൾ. ജിൻഡോയോടുള്ള ഇവരുടെ അപ്രോച്ചും എടുത്തു പറയേണ്ട ഒരു സംഭവമായിരുന്നു. ജിൻഡപ്പാന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിച്ചത്. ഇവരും പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഇന്നലെ വന്നവരെ പോലെ തന്നെ ഹോം മെയ്ഡ് ഉണ്ണിയപ്പം, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.